അജിംസ്, ഇവിടെ മലയിടം തുരുത്തുമായി ബന്ധപ്പെട്ട വിഷയം വളരെ സെൻസിറ്റീവായ ഒരു വിഷയം. അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്തതെന്നത് സംബന്ധിച്ച് അതിനകത്ത് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന വീഴ്ചയോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സാഹചര്യം എന്ന് സംബന്ധിച്ചൊക്കെ ബഹുമാന്യനായ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ റിപ്പോർട്ട് തേടിയ ഒരു സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ ഈ പറയപ്പെട്ട അടിയന്തരമായി ഈ കുടിയൊഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്ന കോടതി നിർദ്ദേശമൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഇത്തരം ഒരു ചർച്ചയിൽ ഒരുമിച്ചിരിക്കുന്നത്. വളരെ ഗൗരവകരമായൊരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വാസ്തവമാണ്. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ ഒരു വി.ഡി. സതീശൻ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് അതിൻ്റെ 2ാം ദിവസം ഇങ്ങനൊരു പോലീസ് ആക്ഷൻ ഉണ്ടാകുമ്പോൾ അത് ഈ സർക്കാരിൻ്റെ ഒരു പോലീസ് നയത്തിൻ്റെ ഭാഗമാണ്. ഈ സർക്കാർ ഇത്തരം വിഷയങ്ങളോട് സ്വീകരിക്കുന്ന ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ പൊതുജനങ്ങളോട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ വി.ഡി. സതീശൻ ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ സമീപനം ഈ രീതിയിലാണ് എന്ന ഒരു ചിത്രീകരണം, ഒരു പ്രചരണം, ഒരു വക്രീകരണം ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നു എന്നത് ഒരു വസ്തുത കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, 14 തവണയായി ഈ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട നടപടികൾ നടക്കുന്നു. അവിടെയൊന്നും ഉണ്ടാകാത്തൊരു വിഷയം പൊടുന്നനെ 15ാമത്തെ തവണ ഏത് രീതിയിൽ ഇത്രയും സെൻസിറ്റീവായ ഒരു ഇഷ്യൂ ഒരു അക്രമത്തിലേക്ക്, ഒരു പോലീസ് ആക്ഷനിൽ, ഒരു സീരിയസ് ആക്ഷനിലേക്ക് പോയി എന്നത് സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞതുപോലെ റിപ്പോർട്ട് ആവശ്യപ്പെടേണ്ടി വന്നൊരു ഘട്ടം ഉണ്ടായത്. അത് ഏതെങ്കിലും രീതിയിൽ ഈ സർക്കാർ അറിഞ്ഞോ അല്ലെങ്കിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല അറിഞ്ഞോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിഞ്ഞുകൊണ്ടോ എന്നാൽ യു പ്രൊസീഡ് എന്ന ഒരു ഡയറക്ഷൻ്റെ പുറത്തോ നടന്നിട്ടുള്ള ഒരു ആക്ഷൻ അല്ല, മറിച്ച് കൃത്യമായൊരു കോടതി നടപടിയുടെ ഭാഗമായി നടന്ന ഒരു ആക്ഷനാണ് എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ അവിടെയും ഒരു സംശയത്തിനിട വരുന്ന രീതിയിലേക്കുള്ള ചില നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ DGPയോട് തന്നെ അടിയന്തരമായി അക്കാര്യത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നും ഒരുപക്ഷെ ഞാൻ ഈ ചർച്ചയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവിയോട് ഉൾപ്പെടെ ഈ വിഷയം ഉൾപ്പെടെ സംസാരിക്കുന്നതിനോടുള്ള കൂടിക്കാഴ്ച നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ഗൗരവത്തിൽ തന്നെ ഈ ഗവൺമെൻറ് ഈ വിഷയത്തെ നോക്കിക്കാണുകയാണ്. അവിടെ സാധാരണഗതിയിൽ നമ്മളൊക്കെ സർക്കാരിനെതിരെ മറ്റ് പ്രതിഷേധ സമരങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ജലപീരങ്കികൾ ഉൾപ്പെടെ നേരത്തെ അവിടെ സജ്ജീകരിച്ചതായി കാണുന്നു. അങ്ങനെ ഒരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന ഒരു മുൻധാരണ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിരുന്നോ? അതിന് സമാന ഈ ചർച്ചയിലിരിക്കുന്ന CPM-ന് പ്രതിനിധിയായിരിക്കുന്ന അവിടുത്തെ മുൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ പൊടുന്നനെ അവിടെ എത്തുന്നു. കൃത്യമായി നേരത്തെ തയ്യാറാക്കിയതുപോലെ ഒരു പ്ലാൻഡ് തിരക്കിന്റെ അടിസ്ഥാനത്തിലുള്ളതുപോലെ ചില ഡയലോഗുകൾ അവിടെ പുറത്തു വരികയാണ്. 10 വർഷത്തിന് ശേഷം ഇതാ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 2 ദിവസത്തിനിടയിൽ ഇവിടെ പോലീസ് ഇവിടെ എല്ലാം അങ്ങ് ഈ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി അല്ല, അതിനകത്ത് അങ്ങനെ ഒരു വേർഷന് നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന മുൻ MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ അവിടുത്തെ പ്രസൻസ്, ഈ പറഞ്ഞ കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹത്തിന് ഇല്ലാത്തൊരു വൈകാരികത അവിടെ ഉയർന്നു വരുമ്പോൾ അതിൽ കൃത്യമായ ചില പ്ലാനിങ്ങും ചില കുറ്റപ്പെടുത്തലുകളും ബോധപൂർവം അവിടെ കടന്നു വരുമ്പോൾ അതിനോട് ആ കൂട്ടത്തിൽ തന്നെയുള്ള ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ചില പൊരുത്തക്കേടുകളും സംശയങ്ങളും ഉണ്ട്. അത് ദൂരീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ബഹുമാന്യനായ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്.